മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നഴ്സസ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹപിതാവായ ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിച്ച് ആ നന്മയെ തിരിച്ചറിഞ്ഞ ഷാർജ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാരെ നമുക്കിന്ന് പരിചയപ്പെടാം. പ്രാർത്ഥനയിലൂടെയുള്ള അവരുടെ ദൈവികാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് ചേച്ചി. ഹല്ലേലൂയ. എൻ്റെ പേര് സെലിൻ. ഞാൻ എറണാകുളം പള്ളുരുത്തി തോമസ് മുർപ്പള്ളി ഇടവകാംഗമാണ്. ഇവിടെ ഷാർജയിൽ ജീവിത പങ്കാളിയും 2 മക്കളുമായി 23 വർഷമായി താമസിച്ചു വരുന്നു. ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ സ്കൂൾ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് പിങ്കി. ഞാനിവിടെ 7 വർഷമായിട്ട് എൻ്റെ ജീവിത പങ്കാളിയും മോനുമായിട്ട് താമസിക്കുവാണ്. ഞങ്ങൾക്കൊരു മോളുണ്ട്. മോള് നാട്ടിലാണ്. നാട്ടിൽ ഞാൻ ആലപ്പുഴ അരൂക്കുറ്റി സെൻറ്റ് ആൻ്റണി ഇടവകാംഗമാണ്. ഞാനിവിടെ ഡെൻ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ചേച്ചിയുടെ ചെറുപ്പം മുതലുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്നാണ് എനിക്ക് വിശ്വാസ ജീവിതം കിട്ടിയത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മയുടെ സഹോദരൻ അച്ഛനായിരുന്നു, പിന്നെ അമ്മയുടെ സഹോദരി സിസ്റ്ററായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വിശ്വാസം അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തിലാണ് ഞങ്ങളെയും വളർത്തിയത്. സ്കൂളിൽ പോകുന്ന സമയത്ത് പള്ളി കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. എന്നാലും അവധി ദിവസങ്ങളിലും വെക്കേഷനെല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പഠിച്ചത് കോളേജിലും അതെ, നഴ്സിങ്ങിന് പഠിച്ചപ്പോഴും സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ സാധിച്ചതുകൊണ്ട് കുറച്ചും കൂടി വിശ്വാസ ജീവിതത്തിലേക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെയും എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ചേച്ചി. എൻ്റെയും പാരൻസിൽ നിന്നാണ് എനിക്ക് ഇത്രയും വിശ്വാസം ഉണ്ടായത്. എൻ്റെ ഡാഡി ഇന്നും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. പിന്നെ അമ്മയാണെങ്കിലും രാത്രി എന്നും എനിക്കൊരു ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ അമ്മ ഇങ്ങനെ രാത്രി ഇരുന്ന് ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ ഞങ്ങളും വളർന്നത്. അപ്പോൾ ഡാഡിയും ഇതുപോലെ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഇങ്ങനെ ഞങ്ങളെല്ലാവരും സ്തുതി തന്നു പോയാലും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അത് ഞങ്ങളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വീട്ടിൽ നിന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ കുടുംബ പ്രാർത്ഥനയല്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഞങ്ങൾ പോയിട്ട് വന്നാലും പള്ളിയിലാണെങ്കിലും ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി താമസിച്ച് വന്നാലും ഞാനും എൻ്റെ ആങ്ങളെയും കിടക്കാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ആരെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും ആരോ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇരിപ്പുണ്ടാകും. അപ്പോൾ ഞങ്ങൾ പറയും, എന്തിനാണ് ഇത്ര നേരം പ്രാർത്ഥിച്ചിട്ട് അല്ല പള്ളിയിലാണെങ്കിലും പോയിട്ട് വന്നതല്ലേ ഇനി അപ്പോൾ ഇല്ല. അപ്പോൾ പറയും പറ്റത്തില്ല, നമുക്ക് കുടുംബ പ്രാർത്ഥന എന്നും ഞങ്ങളുടെ വീട്ടിലപ്പോൾ മസ്റ്റായിരുന്നു. അത് ഇല്ലാണ്ട് ഞങ്ങളെ കിടത്തി ഉറക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കൂടുതലും ആഴപ്പെടാൻ പറ്റിയത്. പിങ്കി പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ കാലത്ത് പ്രാർത്ഥന കുറഞ്ഞു വരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പ്രാർത്ഥന കുറവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മസ്റ്റായിട്ട്, ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു. തിരി കത്തിക്കണം, പ്രാർത്ഥിക്കണം, എന്നാലും നമുക്ക് ഭക്ഷണം തരുള്ളായിരുന്നു രാത്രിയിൽ. അങ്ങനെ ചെറുപ്പകാലമൊക്കെ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ വിശ്വാസം നമ്മൾ മക്കളിലേക്കും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം ഇവിടെയാണ് വളർന്നത് ജീവിച്ചതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ആൾത്താരയിലെല്ലാം
ബാലന്മാരായിട്ട് നിന്നിട്ടുണ്ട് കുട്ടികൾ. പിന്നെ രണ്ടുപേർക്കും അതിൽ വിശ്വാസം വന്നൊരു പള്ളിയിലെല്ലാം വരുമ്പോൾ അവർ പറയും അവിടെ ഞാനിനി കുറച്ച് തിരക്കായിട്ട് പുറകിലേക്ക് വല്ലട്ട് പോവുകയാണെങ്കിൽ തന്നെ മോൻ പറയും അമ്മ ഇപ്പോൾ ഫ്രണ്ടിൽ വന്ന് വേണം അറ്റൻഡ് ചെയ്യാനെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ കരുതും പിള്ളേർക്ക് നമ്മൾ ചെറുതിൽ അൾത്താരയിലെല്ലാം നിൽക്കാൻ സാധിച്ചത് കൊണ്ടല്ല അവനങ്ങനെ വിശ്വാസം വർദ്ധിച്ചതെന്ന് ഓർക്കാറുണ്ട്. അത് പിള്ളേർക്കൊരു നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ എപ്പോഴും പള്ളിയിൽ കൊണ്ടുപോകാനും ഇതുപോലെ ഓൾട്ടർ സർവീസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു വിശ്വാസം വർദ്ധിക്കാനും ദൈവത്തിൻ്റെ അരൂപിൽ വളരാനുള്ള ഒരു സാഹചര്യം കൂടുതൽ കിട്ടുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ മോനാണ് എൻ്റെ അടുത്തുള്ളത്. അവനിപ്പോൾ 6 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവനും എനിക്ക് കിട്ടിയ വിശ്വാസം അവനിലേക്കും പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റുന്നത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവൻ എപ്പോഴും അടുത്തു വന്നിരിക്കും. ഇവൻ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴും അതുപോലെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കും. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പം ബൈബിൾ വായിക്കുമ്പോഴും എപ്പോഴും അപ്പോൾ അവന് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ 2-3 വചനം ഒരു ചെറിയ പ്രാർത്ഥന അവനും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പം ഡ്യൂട്ടിക്ക് പോയാലും ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ കിടക്കുമ്പം അത് കുരിശ് വരെ ആ ഒരു പ്രയർ ചെല്ലിയിട്ട് ഇവൻ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഇപ്പം ഞാൻ ചിലപ്പോൾ കിച്ചണിലായിരിക്കും. അവൻ കിടക്കാൻ പോവുകയാണെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറയും ചെയ്യും ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുരിശ് അവൻ്റെതായ ഒരു പ്രാർത്ഥന അവൻ ചെല്ലിയിട്ട് കിടക്കും. അതുപോലെ തന്നെയാണ് അവനിപ്പോൾ എന്തെങ്കിലും വയ്യാണ്ട് വന്ന് കുഞ്ഞല്ലേ അപ്പം രാത്രിയിൽ പാൽച്ചേവി വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് നമുക്ക് ആ രാത്രി ഒന്നും ചെയ്യാൻ പറ്റാതെ മിക്കവാറും രാത്രി 2 മണി സമയത്തൊക്കെ ആയിരിക്കും കൊച്ചിന് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായിക വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നുമില്ല, നമ്മുടെ ഈശോയും മാതാവും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാതിൽ കുരിശ് വരച്ചിട്ട് ഞാനിങ്ങനെ എപ്പോഴും നന്മ നിറഞ്ഞു ചെല്ലും. അതവനെ കുഞ്ഞിൽ മുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പക്ഷേ അപ്പോൾ എനിക്കത് ഒത്തിരി അനുഭവം ഉണ്ട്. അത് ഞാൻ ചെല്ലുമ്പോഴൊക്കെ അതെനിക്ക് പെട്ടെന്ന് അവനതിലത് ഫീലായിട്ട് അവൻ പെട്ടെന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനത് കുഞ്ഞിലേ കണ്ട് വളർന്നതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വയ്യായികയല്ലേ കാലുവേദനയാന്നോ തലവേദനയാന്ന് പറയുമ്പോൾ ഇവൻ ഓടി വന്നിട്ട് കുരിശ് വരച്ച് എന്നിട്ട് പറയും അമ്മ പ്രാർത്ഥിക്കുക. അവൻ പോയിട്ട് ഈശോൻ്റെ അടുത്ത് പോകുമ്പോൾ അമ്മയുടെ കാലുവേദന മാറ്റണേ തലവേദന മാറ്റണേന്ന് അവൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വന്നിട്ട് പറയും അമ്മ നന്മറിഞ്ഞറിയുമ്പോൾ ചെല്ലമ്മ എന്ന് പറയും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്ക് കിട്ടിയത് അവൻ എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. പിങ്കി പറഞ്ഞത് ശരിയാണ്. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കണം. ഇപ്പം എൻ്റെ മക്കൾക്കും ഇതുപോലെ തന്നെയാണ്. എൻ്റെ മൂത്ത മോന് 25 വയസ്സും രണ്ടാമത്തെ മോന് 19 വയസ്സും കഴിഞ്ഞു. പക്ഷെ എന്നാലും അവർ എന്നും വൈകുന്നേരം വീട്ടിൽ തിരികത്തിക്കും. എനിക്കിപ്പോൾ 2 ആൺമക്കളായത് കാരണം എനിക്ക് ഭയങ്കര ശങ്കയായിരുന്നു. ഇങ്ങനെ തിരികത്തിക്കുമോ പ്രാർത്ഥിക്കുമോ നമ്മളുടെ കുട്ടിക്കാലം പോലെ അതുങ്ങൾ വരുമോ എന്നുള്ള ആൺകുട്ടികളായതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ നമ്മൾ ചെറുതിലെ ഇങ്ങനെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടായിരിക്കും അവർ തിരികത്തിക്കും. ഞാനിപ്പോൾ ഡ്യൂട്ടി പുറത്തൊക്കെയാണ്. പുറത്തുനിന്ന് വന്ന് കഴിയുമ്പോഴല്ലേ ഞാൻ തിരികത്തിച്ചോന്ന് ആദ്യം നോക്കുള്ളൂ. സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കത്തിച്ചിട്ടുണ്ടാവും. ചെറുതിലേ തൊട്ട് അത് ശീലിപ്പിച്ച കാരണം കൊച്ചുങ്ങളത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂത്ത മോന് ഒരു തവണ അവന് രണ്ടാമതൊരു ജോലി വേറെ പഠിച്ച് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ല, പഠിച്ച് ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവനാകെ വിഷമമായി, നമുക്കും ആകെ വിഷമം, പിള്ളേർ വിഷമിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ നമ്മൾ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ വിശുദ്ധരത് മധ്യസ്ഥം വഹിക്കും എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ച ദിവസം അതുകൊണ്ട് ഉണ്ണിയാളുടെ നൊവേനയും കുർബാന കഴിഞ്ഞിട്ട് നൊവേന ഉണ്ടല്ലോ, അപ്പോൾ അത് കൂടിയിട്ട് പ്രാർത്ഥിക്കാം. ഇത്ര ആഴ്ചയൊന്നും പറഞ്ഞ് നമ്മളൊക്കെ പണ്ട് അങ്ങനെയല്ലേ, ഇത്ര ആഴ്ച പോകാം നേർച്ച നേരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നേരമൊന്നും വേണ്ട, നിനക്ക് ജോലി കിട്ടുന്നത് വരെ നമ്മൾ പോകുന്നു, ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും പോകണം. അങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് പള്ളിയിലും ഇത് പോകണമെന്ന് പറയുമ്പോൾ അവർ കൂടെ വന്ന് ഞങ്ങളങ്ങനെ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും കുർബാനയും നൊവേനയും കൂടും. 2 മാസം 3 മാസം ഒന്നും കഴിഞ്ഞിട്ട് വിളിച്ചില്ല, എന്നാലും ഞങ്ങൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നൊവേന കഴിഞ്ഞ് വരുമ്പോൾ അന്ന് ആ ചൊവ്വാഴ്ച തന്നെ അവനെ ഒരു മെയിൽ വന്നു, ഇങ്ങനെ ഫോൺ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അപ്പോൾ അത് വിശ്വാസമായിരുന്നു. നൊവേന കഴിഞ്ഞിട്ട് കുർബാനയും നൊവേനയും കൂടിയിട്ടല്ലേ നമ്മൾ വന്ന. അപ്പോൾ ആ ദിവസം തന്നെ മെയിൽ വന്നതിന് അവനൊരു സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് 1-2 ആഴ്ച അങ്ങനെ ഫോൺ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഫേസ് ടു ഫേസ് നേരെ ഒരു ഇൻ്റർവ്യൂ വന്ന്. അത് കഴിഞ്ഞ് അതും കിട്ടിക്കഴിഞ്ഞിട്ട് അവന് ജോയിൻ ചെയ്യാനായിട്ട് ചൊവ്വാഴ്ച തന്നെയാണ് അവന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഞാൻ പിള്ളേരോട് വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും വന്നപ്പോൾ അത് വിശ്വാസം വർദ്ധിച്ചു. അപ്പം ഞാൻ പിള്ളേരോട് പറയുമായിരുന്നു, ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ നിനക്ക് ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസം തന്നെ മെയിൽ വന്നതും ജോയിൻ ചെയ്യാൻ പറയണതും എല്ലാം. അപ്പോൾ അവർക്കത് കൂടുതൽ വിശ്വാസമായി. അങ്ങനെ
ചേച്ചി ഇക്കാര്യം പറഞ്ഞപ്പോഴും ഞാനും എൻ്റെ ഒരു കാര്യം 8 വർഷത്തിന് മുന്നേ ഉണ്ടായൊരു സംഭവമാണ്. എനിക്കും കല്യാണം കഴിഞ്ഞൊരു 4 വർഷം കഴിഞ്ഞ് ഞാൻ കൺസീവ് ആവുന്നത്. ആദ്യത്തെ ഇങ്ങനെ അബോട്ടായി പോയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അമ്മച്ചിയാണെങ്കിൽ ഞങ്ങളുടെ പള്ളി നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റ് ആൻ്റണി ചർച്ചാണ്. അപ്പം അമ്മച്ചി അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ട് ഉണ്ട്, അവിടെ പോയി ഇന്ന് മാതാവിനടുത്ത് പ്രാർത്ഥിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ സെൻറ്റ് ആൻ്റണി ആകുമ്പോൾ ഞങ്ങളും ചൊവ്വാഴ്ച ഇതുപോലെ പോകുമെങ്കിലും ഇങ്ങനെ അപ്പം ഞാനിങ്ങനെ അമ്മച്ചി അവിടെ വെച്ച് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ 9 ആഴ്ച ഞാൻ അവളെ കൊണ്ടുവന്ന് ഞാൻ അവളെയായിട്ട് വന്നിട്ട് ഇങ്ങനെ കുർബാനയും നോവേനയും കൂടിക്കൊള്ളാമെന്ന് അങ്ങനെ ഞാൻ മനസ്സിൽ ആരോടും പറഞ്ഞില്ല, എനിക്കും എൻ്റെ ഈശോയ്ക്കും മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും എല്ലാവരും അറിയണമായിരിക്കും അങ്ങനെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കൺസീവായി. അങ്ങനെ മോളുണ്ടായി കഴിഞ്ഞ് ഒരു 9 ആഴ്ച ഞാൻ നോവേനയ്ക്കും കുർബാനയ്ക്കും നോവേനയ്ക്കും പോയി. അങ്ങനെ ഞാൻ ആ നേർച്ച ഞാൻ നിറവേറ്റി. ചേച്ചി എങ്ങനെയാണ് നേഴ്സിംഗ് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണോ? നഴ്സിംഗ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നതാണ്. ഹോസ്റ്റൽ ജീവിതവും വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്നതും ആദ്യമായിട്ടായിരുന്നു. അത് കാരണം അങ്ങ് ഭയങ്കര പ്രയാസമായിരുന്നു. എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ വീട്ടിലെ അമ്മച്ചനെ അപ്പച്ചനെയൊക്കെ സിസ്റ്റേഴ്സ് അറിയിച്ചു. അവർ വന്നതിന് ശേഷം പിന്നെ അവർ എന്നെയൊക്കെ ഇരുത്തി കൗൺസിലിങ്ങും പ്രെയറും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. അങ്ങനെ ഞാൻ നഴ്സിംഗ് പഠനം തുടരുകയായിരുന്നു. പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിലെല്ലാം അത് കഴിഞ്ഞ ശേഷം പോയി തുടങ്ങി പഠിച്ച് നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങുമല്ലോ. പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് കെയർ കൊടുക്കുമ്പോഴെല്ലാം ഞാൻ ഓർക്കും എനിക്ക് പറ്റുന്നതാണോ എന്നൊരു ശങ്കയോടുകൂടിയാണ് ഞാനിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സ്ട്രോക്ക് പേഷ്യൻറ്റ്, തളർന്ന് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ എല്ലാ ദിവസവും സ്പഞ്ച് ബാത്തും ബാക്ക് കെയർ എല്ലാം കൊടുക്കാനായിട്ട് പോകുമല്ലോ. എല്ലാ ദിവസവും അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശീലിച്ചതുപോലെ വിശ്വാസത്തിൽ എപ്പോഴും കുരിശിട്ട് വേദനയുള്ളിടത്ത് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കുരിശിട്ട് നമ്മൾ ശീലമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതുപോലെ ഈ പേഷ്യൻറ്റിന് ഞാൻ അക്രൈസ്തവനായ ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം എന്നാലും ഞാൻ ആ ഒരു ഇതിൽ, കാരണം നമുക്ക് സങ്കടം വരുമായിരുന്നു. ഒരു ചെറുപ്പക്കാരനായിരുന്ന ഒരു ഭാര്യയും ഒക്കെ ഇങ്ങനെ കുഞ്ഞുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കങ്ങൊരു അങ്ങനെ, കാരണം ഇപ്പോൾ പ്രായമായ ഒരു സ്ട്രോക്ക് വരുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുരിശൊക്കെ ഇട്ട് കെയറൊക്കെ ചെയ്ത് പുറത്തോട്ട് പോരുമ്പോൾ അവർ പുറകെ വരും. ചേച്ചി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വന്നിട്ട് ഈ മോളെ സ്വന്തം മക്കൾ ചെയ്യുന്ന പോലെ നമുക്ക് സന്തോഷമാണ് സിസ്റ്റർ വന്നിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് അവർ നന്നായിട്ട് പറയുമ്പോൾ അതെ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കെല്ലാം മാതാവുണ്ട്, എല്ലാ കോർണറിലും മാതാവിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാതാവിനോട് എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മുത്തി അങ്ങനെ പോയൊരു ശീലമാണ്. അപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, അപ്പോൾ യേശു ശരിക്കും എന്നെ നഴ്സിങ്ങിന് വിളിച്ചതാണ്, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളിലൂടെ മറ്റുള്ളവർക്കൊരാശ്വാസം കിട്ടുന്നു എന്ന് കരുതുമ്പോൾ നമ്മൾ ദൈവവിളിയുണ്ട് നഴ്സിങ്ങിനെന്ന് അന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നീട് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളും അങ്ങ് നന്നായിട്ട് പോയി, ദൈവകൃപയാലെല്ലാം നന്നായിട്ട് പോയി. ഞാനും ഇതുപോലെ ആയിരുന്നു ചേച്ചി. ഞാനും ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ല. എൻ്റെ ഡാഡിയുടെ പെങ്ങളൊരു സിസ്റ്ററായിരുന്നു. അപ്പം ആൻറ്റിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നേഴ്സാകണം. അപ്പോൾ ആൻറ്റിക്ക് അന്ന് സാധിച്ചില്ല അന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട്. അപ്പോൾ ആൻറ്റി എപ്പോഴും പറയായിരുന്നു എന്നിലൂടെ അത് സാധിക്കണം. അങ്ങനെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എന്നെ അങ്ങനെ നേഴ്സിങ്ങിന് വന്നതാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോം സിക്നെസ് നന്നായിട്ടുണ്ടായിരുന്നു. എന്നും വീട്ടിൽ വിളിച്ച് കരച്ചിലായിരുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കാൻ കൂടിയില്ല, ഹലോ മാത്രമേ പറയുള്ളൂ, പിന്നെ ഫുള്ള് കരച്ചിലായിരിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ അമ്മ പറയും, നിന്നെക്കൊണ്ട് പറ്റും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, ഇത്രയും നാളും നിന്നെ വഴി നടത്തിയ ദൈവം ഇനി നിന്നെ കൊണ്ടുപോകുന്നുള്ളതിൽ വിശ്വാസിച്ച മാത്രം മതി നീ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അമ്മ എപ്പോഴും പറയും, നീ കരയേണ്ട, നിന്നെക്കൊണ്ട് ഇത് പറ്റും, നീ പ്രാർത്ഥിക്കും, ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു പറയും. അപ്പോൾ ഡാഡിയും ഇങ്ങനെ പറയുന്നത്, നീ എന്നും ഡാഡി മാതാവിൻ്റെ ഭയങ്കര ഭക്തന്. അപ്പോൾ ഡാഡി പറയും എപ്പോഴും നീ കൊന്ത് ചെല്ലും, നിന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും, ഒട്ടും സമയമില്ല, ഒത്തിരി ബുദ്ധിമുട്ട്, എങ്ങനെയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10 നന്മ നിറഞ്ഞു മറിയുമെങ്കിലും ചെല്ലിയിട്ട് വേണം നീ കിടക്കാനെന്ന് പറയും. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ബലപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ എനിക്കിത് ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നിയത്. ഇപ്പോഴാണെങ്കിലും ഈ പ്രൊസീജിയറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാനും അതുപോലെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻറ്റ്, നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കുരിശ് കൊന്ത അതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് അക്രൈസ്തവരായ പേഷ്യൻസ് ആയിരിക്കും ഇതേമാതിരി. അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഡെൻ്റലിൻ്റെ ഒരു ഇതായിരുന്നുകൊണ്ട് ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ കൊടുക്കുന്നത്. കാരണം അവരുടെ ഫാമിലിയിലാണല്ലോ നമ്മൾ കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലി, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോടെ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് എന്ത് തുടങ്ങുമ്പോഴും എന്താണെങ്കിലും ആദ്യം ഒന്ന് കുരിശ് വരച്ചിട്ട്, ഇപ്പോൾ ഏതാണോ എന്തിനാണെങ്കിലും നമുക്കൊന്ന് കുരിശ് വരച്ചിട്ട്, അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈറ്റിൽ ഞാനൊന്ന് കുരിശ് വരച്ചിട്ട് ഞാനിങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈവൻ പ്രൊസീജിയറിൻ്റെ സമയത്താണെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ഉള്ള കേസൊക്കെ ആയിരിക്കും. അപ്പോൾ ബ്ലീഡിങ് ആകുമ്പോഴൊക്കെ
ഡോക്ടറിനും ആകെ എല്ലാവരും ടെൻസ്ഡാണ് ആ സമയത്ത്. അപ്പം ഞാൻ ഇപ്പോഴും മാതാവിനോടും ഈശോയോടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എനിക്ക് ആ ഒരു ഒത്തിരി ആ പ്രൊസീജിയർ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നത്, ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഭയങ്കര ക്യുക്കായിരുന്നു. അപ്പോൾ ഡോക്ടറാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പ്രൊസീജിയർ കഴിയുമ്പോഴേക്കും ആ എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷമായി. ഇപ്പോൾ ഡോക്ടർ എപ്പോഴും പിന്നെ ഡോക്ടർ പറഞ്ഞെങ്കിൽ നീ പ്രാർത്ഥിക്കണം, നമുക്ക് പെട്ടെന്ന് തീർക്കണം, നിന്റെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് നമുക്ക് ഒരു ബലം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ആ ഒരു പ്രൊസീജിയർ എന്താണെങ്കിലും ആ ഒരു ക്യുക്ക് പ്രൊസീജിയറായിട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ശരിയാണ് പറഞ്ഞത്. ഇതുപോലെ ഞാനും വാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തവണ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഓക്സിജൻ കൊടുക്കാനുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്ന് പെട്ടെന്ന് ഡെയിലി കൊടുത്ത ഓക്സിജൻ സിലിണ്ടർ തന്നെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുറന്നപ്പോൾ പെട്ടെന്ന് ഓക്സിജൻ സിലിണ്ടർ അങ്ങ് ലീക്കായിരുന്നു, പൊട്ടി ഇതായി. പെട്ടെന്ന് നല്ല സൗണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം പേടിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ഞാൻ ആ വലിയുടെ അടുത്ത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 1 പത്രോസ് 5:6 തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും എന്ന് പറയുന്ന വചനമാണ് എനിക്ക് അന്നേരം ഓർമ്മ വന്നത്. ചേച്ചിനെ എത്ര വലിയ അപകടത്തിൽ നിന്നല്ലേ ദൈവം വന്ന് ചേച്ചിനെയും ചേച്ചിയുടെ രോഗികളെയും രക്ഷിച്ചത്. അതെ, നമ്മുടെ ഈ വിശ്വാസം വർദ്ധിക്കാൻ നമുക്ക് ഒത്തിരി സഹായിച്ചത് നമ്മുടെ ഈ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ വിശ്വാസം ഒത്തിരി വർദ്ധിക്കാനുണ്ടായ സാഹചര്യം, പിന്നെ രോഗികളോട് ഇടപെടുമ്പോൾ എങ്ങനെയായിരുന്നു കൂടുതൽ? കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, കുട്ടികളൊക്കെ സ്കൂളിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുട്ടികളെല്ലാം ആവശ്യമില്ലാണ്ടൊക്കെ ഇറങ്ങി വരും. അവർക്ക് ഇഷ്ടമില്ലാത്ത പീരീഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരം വരുന്ന 3, 4, 5 തവണയൊക്കെ ചില കുട്ടികൾ ഇറങ്ങി നടക്കും. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അധികം കൂടുതൽ അവരങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞോളണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അന്നേരമൊക്കെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയേണ്ടി വരും അവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഭയങ്കര നല്ലൊരു ശാന്തത കിട്ടി. നന്നായിട്ടൊക്കെ സ്നേഹത്തോടുകൂടി പറയാനും പെരുമാറാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്, 11ാം ക്ലാസ്സും ഉണ്ട്. പക്ഷേ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കൂടുതലും നമ്മൾ സാധാരണ അപ്പനും അമ്മ ആരെങ്കിലും പാരൻസിൻ്റെ കൂടെയാണ് നമ്മൾ പുറത്ത് ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. പക്ഷേ സ്കൂളിലെന്ന് പറയുമ്പോൾ അവർ തനിച്ചാണ്. നമ്മൾക്ക് കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മളാണ് കുറച്ചും കൂടി ഉത്തരവാദിത്തോടു കൂടി നമ്മൾ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചക്ഷനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട്, ആരൊക്കെയുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഡോക്ടറിനെയും നമ്മൾ ഓരോ നഴ്സുമാരെയും പേര് പറഞ്ഞ് സമർപ്പിച്ചിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ തുടങ്ങാറുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ ചേച്ചി, എനിക്കും ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഈ കൂട്ടായ്മയോട് ഒത്തിരി ചേർന്ന് നിന്നുകൊണ്ട് ഒത്തിരി വചനം പഠിക്കാനും കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തിരി അനുഗ്രഹം ദൈവം തന്നു. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ഒക്ടോബറിൽ കൊന്ത മാസമായിരുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കൊന്ത ചെല്ലി, എത്ര കൊന്ത ചെല്ലി എന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം, അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് കൊന്ത ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട് അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, പിങ്കി നീ കൊന്ത ചെല്ലുവാണ്. പറഞ്ഞു അതേ കൂടുന്നോന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ചെല്ലിയിട്ടാണ് വരുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി ചെല്ലിയാലും നിനക്ക് എന്താ നഷ്ടമൊന്നും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഓക്കെ, പിറ്റേ ദിവസം ഞാൻ ഇതേമാതിരി കൊന്ത ചെല്ലുമ്പോൾ അവൾ അടുത്തുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും കൂടി കൂടാടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ എങ്ങനെ കൊന്ത ചെല്ലി പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന കണ്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് അടുത്തിരിക്കുന്ന സീറ്റിൽ അവർ പറഞ്ഞു നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരില്ല, അനുഗ്രഹം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞാൽ അവരും കൊന്തയില്ലാൻ തുടങ്ങി. അപ്പോൾ അക്രൈസ്തവരായ ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അതിന് സംസാരിക്കാനില്ലല്ലോ, അപ്പം ഞങ്ങളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവരും അവരുടെ വിശ്വാസത്തിൽ അവരും പ്രാർത്ഥിച്ചു വരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നത് എല്ലാവരും ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിലാണ് അങ്ങ് പോകുന്നത്. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദൈവം ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മയിൽ നിന്നതുകൊണ്ട്. പിങ്കി പറഞ്ഞത് ശരിയാണ്. കൂട്ടായ്മയിൽ വന്നതിൽ പിന്നെ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ മീറ്റിങ്ങിന് കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ സിസ്റ്റർമാരിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ, ഈ 2 കോടി ലോകത്തെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാർ അവരുടെ ജീവിത പങ്കാളി, കുടുംബം, മക്കളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഓർക്കും നമ്മൾ സാധാരണ നമ്മുടെ പ്രാർത്ഥന കൂടെ ജോലി ചെയ്യുന്നവർ അങ്ങനെ ഒതുങ്ങിയുള്ള ഒരു നേഴ്സസ് എന്ന് പറയുമ്പോൾ, പക്ഷേ ഈ 2 കോടി എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന നാനാജാതി വിഭാഗം എല്ലാവർക്കും കിട്ടുവാണ് ആ പ്രാർത്ഥന. ഓരോ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകം മുഴുവനുമാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്നതിൽ പിന്നെ അങ്ങനെ പ്രാർത്ഥന കേട്ടപ്പോൾ എത്രയോ പ്രാർത്ഥന ഗ്രൂപ്പുകളിലും നമ്മൾ എന്തിലും പോയാലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കുറേ നാളുകളായിട്ട് നമ്മൾ ഈ നേഴ്സ് ഇപ്പം ഞാൻ കുറച്ച് വർഷമായാലും ഇതിൽ നിൽക്കുന്നത്, അങ്ങനെ എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് തോന്നാറുണ്ട്.
ചേച്ചി ഇപ്പോൾ പറഞ്ഞതുപോലെ ലോകത്തിനെമ്പാടുമുള്ള ഇത്രയും നേഴ്സുമാർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഒരു അനുഭവമാണ്. എത്രയോ നേഴ്സുമാരെ പ്രാർത്ഥിക്കാണ്ടും ധൃതി ജോലി തിരക്കൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനും ഒന്നിനും നേരമില്ലാണ്ട് ഓടുന്നു. അപ്പോൾ അവർ പോലും അറിയേണ്ട അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നില്ലേ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. പിങ്കി പറഞ്ഞത് ശരിയാണ്. നമ്മളുടെ കർത്താവ് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ഇറങ്ങി വന്ന് നമ്മുടെ രോഗികളെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലേ. ദൈവത്തിന് വേണ്ടി നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബർന്നദീത്ത പറയുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ സ്വർഗത്തിനായി ചെയ്യും, കാരണം അതാണ് എൻ്റെ യഥാർത്ഥ വീട്. നശ്വരമായ ഈ ജീവിതത്തിനപ്പുറം അനശ്വരമായ ഒരു സ്വർഗീയ ജീവിതമുണ്ട് എന്ന ബോധ്യം ഇടപെടാതെ നന്മ ചെയ്യുന്നതിനും നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ രോഗിയിലും ഈശോയെ കണ്ടുമുട്ടുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നു. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.